ഞാനും 10 വർഷം സൗദിയിൽ വർക്ക് ചെയ്തതാണ്. ഇപ്പോൾ ജയിലിൽ പിടിച്ചുകൊണ്ടിരുന്ന എത്ര പേരെ പിടിച്ചുകൊണ്ടാണ് നമ്മുടെ കൂടെ ഉള്ളവർ പോലും അറിയത്തില്ല ആരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ടൊന്നും. അതുമല്ല അവിടുത്തെ ഗവൺമെൻറ് ന്യൂസ് ഒരിക്കലും പബ്ലിക്കിന് അറിയാൻ യാതൊരു സാധ്യതയുമില്ല. ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞ പരിപാടിയില്ല. മലയാളീസിന് ഒരു ഹോട്ടലിലോ മറ്റുള്ള സ്ഥലത്തോ ഏതെങ്കിലും ഒരു മീറ്റിംഗ് കൂടാനോ ഗെറ്റ് ടുഗദറിന് ഒരു സംവിധാനവും നിയമപ്രകാരം അവിടെ ഇല്ല. പറയുന്ന ഫാക്റ്റാണ്. കാരണം അവർ ക്ലിയർ ആയിട്ട് കൾച്ചറൽ ആക്ടിവിറ്റീസ് അല്ലാതെ മറ്റൊന്നും പാടില്ല എന്ന് ആ രാജ്യത്തിന്റെ നിയമമാണ്. അതൊക്കെ ആണെങ്കിലും പക്ഷെ ഇപ്പോൾ ഈ പറയുന്നത് ശരിക്കും ആശങ്ക ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അധിക വരുമാനം കണക്കിലെടുത്ത് പോകുന്നവർക്ക് അത് ചില അനിശ്ചിതത്വങ്ങളുണ്ട്. ഇത് അനിശ്ചിതത്വം ഉണ്ടെന്ന് കരുതി ഈ റിസ്ക് എടുക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് പുറത്തു പോകുന്നത്. പക്ഷേ ഈ ഒരു ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഭരണകൂടത്തിന്റെ ഒരു നിലപാട് ഇത്തരം ആശങ്കകളൊന്നും ഇല്ല എന്ന് തന്നെയാണ്. ആ ഒരു ലെവലിലേക്കല്ല പറയുന്നത്. ഞാൻ പറഞ്ഞ ഗവൺമെന്റ് സൈഡിൽ നിന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് അവരത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. ഒരു ലെവലിനപ്പുറം അവർക്ക് അവിടെ ആ രാജ്യത്തിൽ പോയി ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു രാജ്യത്തിലുള്ള നിയമങ്ങൾ നമുക്ക് അവരോട് മാറ്റാനോ അവരുടെ അവിടെ നമ്മളവിടെ ചെന്നിട്ട് നിങ്ങളുടെ പ്രിസണിൽ നിങ്ങൾ ഇത്ര പേർക്ക് ഉള്ളിടത്ത് നിങ്ങൾ ഇത്രയും പേരെ നിങ്ങൾ എന്തിനു നിർത്തുന്നു എന്ന് പറഞ്ഞാൽ അവർ തിരിഞ്ഞ് നിങ്ങളുടെ ആൾക്കാർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് പറയും? അപ്പോൾ നമ്മുടേത് വളരെ ഒരു ബാലൻസ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 9നും 11നും ഇടയ്ക്ക് ലക്ഷം ആൾക്കാർ ഇന്ന് സൗദിയിലുണ്ട്, മലയാളികൾ. നമ്മൾ അവരുടെ രാജ്യത്തിൻ്റെ നിയമത്തിന് ഉള്ളിൽ നിന്നും പ്രവർത്തിക്കണം. നമ്മുടെ ആൾക്കാർ ഇവിടെ നിന്നും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് നമ്മൾ ആക്ഷൻ എടുക്കാം. പക്ഷേ അവിടുത്തെ നിയമം നമ്മൾ ഏത് രാജ്യത്ത് പോയാലും അത് ഇപ്പോഴല്ല, പണ്ടേ നമ്മുടെ പല നേതാക്കന്മാർ പറഞ്ഞു നിങ്ങൾ ഏത് രാജ്യത്ത് പോകുന്നോ ആ രാജ്യത്തെ നിയമങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് പറയുന്നു. സാറ് പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണെങ്കിലും ഈ പ്രവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ സർക്കാർ എല്ലാം കാണുന്നു എന്ന് പറയുന്നാൽ ഒരിക്കലും ശരിയല്ല. പറയുന്നില്ല. പക്ഷേ ഗൾഫിൽ അവരുടെ നിയമം നമ്മൾ പാലിക്കേണ്ടത് നിർബന്ധിതരാണ്, നമ്മളത് പാലിക്കേണ്ടതാണ്. അവരുടെ രാജ്യത്തിൻ്റെ നിയമമാണ് പറയുന്നത്. അവർക്ക് അവരുടെ രാജ്യത്തിനെതിരായിട്ടോ അവരുടെ നിയമത്തിനെതിരായിട്ടോ നമ്മളൊന്നും പറയാൻ പാടില്ല. നമ്മുടെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്കത് മാറ്റാൻ സാധിക്കുക എന്നുള്ളത് നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് ഈ വരുന്ന ആൾക്കാർ ഇപ്പോഴും സൗദിയിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്, ഇല്ല നമുക്ക് പറയാൻ ഒക്കില്ല. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇപ്പോഴും സൗദിയിൽ നല്ല വിസകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഫ്രീ വിസയെന്ന് നമ്മൾ പറയുന്നതിലും അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരും അത് എംബസി പറഞ്ഞു നിങ്ങൾ വരികയാണെങ്കിൽ ഇത്ര ദിവസം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ സുഹൃത്ത് പുള്ളി തിരികെ വന്നു, പുള്ളിക്ക് ഇനി സൗദിയിലോ മറ്റെവിടെ വേണമെങ്കിലും പോകാം. നമ്മൾ ഈ സൗദി അറേബ്യയുടെ നിയമത്തെ മാറ്റിയിടാൻ നമുക്ക് കഴിയത്തില്ല. അവിടുത്തെ നിയമം അവിടെ തന്നെ നിലനിൽക്കും. അത് പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഈ ബുദ്ധിമുട്ട് അനുഭവിച്ച് കഷ്ടപ്പെട്ട് വരുന്ന ഈ പ്രവാസികളായ ഈ മലയാളികളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത്. ചെറുകിട സ്ഥാപനങ്ങൾ നടത്തുന്ന മലയാളികൾക്ക് എന്ത് സംഭവിക്കുന്നുള്ള മറ്റൊരു ചോദ്യം. അതായത് ഈ നിതാകത്ത് അനുസരിച്ചുള്ള നിയമങ്ങൾ പാലിക്കാൻ പല ചെറുകിട സ്ഥാപനങ്ങളിലുള്ള മലയാളികൾക്കും കഴിയുന്നില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നു. 9 വിദേശികളുണ്ടെങ്കിൽ ഒരു സൗദി പൗരന് ജോലി കൊടുക്കണം. പക്ഷേ സൗദി പൗരന് ജോലി കൊടുക്കണമെങ്കിൽ മിനിമം 3000 റിയാൽ, ഏകദേശം 40,000 രൂപയോളം വേണം. നിയമലംഘകർ പിടിക്കപ്പെടുന്നുണ്ട്. അത് ആ രീതിയിൽ തന്നെ അതിനെ കാണണം. നിയമലംഘകരാണ് പിടിക്കപ്പെടുന്നത്. അത് മലയാളികളായി പോയി എന്നുള്ളത് നമ്മളെ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാവും. പക്ഷേ ഇപ്പോൾ ഈ കടയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു സ്പോൺസർ അദ്ദേഹം നടത്തുന്ന ഒരു കട, ഈ കടയിൽ 2 മലയാളികൾ ജോലി ചെയ്യുന്നു. സ്വാഭാവികമായും അതിൽ ഒരാൾ തീർച്ചയായും ആ സ്പോൺസറുടെ കഫാലത്തിലുള്ള അല്ലെങ്കിൽ സ്പോൺസർഷിപ്പുള്ള ആൾ തന്നെയായിരിക്കും. രണ്ടാമത്തെ ഒരാളാണ് ഫ്രീ വിസയിൽ വന്നിട്ട് അവിടെ ജോലി ചെയ്യുന്നത്. അത്തരം ആൾക്കാർക്ക് തിരിച്ചു പോകേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പാനിക് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് വാർത്ത കണ്ടിട്ടുള്ള ഒരു പാനിക് കാര്യമായിട്ടുണ്ടായിട്ടുണ്ട്. ഈ പറയുന്നവരെല്ലാം തന്നെ ഈ വാർത്തകൾ കാണുന്നു. അവർക്കും ഇൻഫർമേഷൻ കിട്ടുന്നത് നമ്മളെ ചാനലുകളും പത്രം വഴി മാത്രമാണ്. ഒരുപാട് ചെറുകിട സ്ഥാപനങ്ങളെ ഇപ്പോൾ ചുവപ്പ് വിഭാഗത്തിൽ പെടുത്തി തുടങ്ങി. അപ്പം അതിൻ്റെ ഉടമസ്ഥൻ എന്താണ് ചെയ്യുന്നത്? ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ കടല പൂട്ടിയായിട്ട് പിന്നെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. അത് 9 പേര് തൊഴിലാളികളുണ്ടെങ്കിൽ ഒരു സൗദിയെ വെക്കണം, ഒരു സൗദിയെ വെക്കണമെന്ന് നിയമം. അങ്ങനെ 9 പേരില്ല. ചെറിയ ബക്കാലകളൊക്കെ നടത്തുന്നവർക്ക് 1000-2000 റിയാൽ വെക്കുന്ന ചെറിയ വക്കാലയിൽ നമ്മൾ 9 പേരിൽ 9 ആമ്പന്മാരില്ലെന്നുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് ആ റെഡിൽ പെടും. പിന്നെ അത് വിസ റിന്യൂ ചെയ്ത് കിട്ടത്തില്ല. അങ്ങനെ പെട്ട ആളാണ് പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷൻ. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ കാണുന്നത്? സാധാരണഗതിയിൽ സൗദിയിൽ കണ്ടുവരുന്നത് നമ്മുടെ ആൾക്കാർ തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു സ്പോൺസറെ കണ്ടെത്തി ഒരു ഷോപ്പ് തുറക്കുന്നു, 10 വിസ എടുക്കുന്നു, ഷോപ്പ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ നടക്കുമ്പോൾ ലീഗലായിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ റെഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്നില്ല. ആ കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിയമം കർശനമായി
അപ്പോൾ ഈ 90 കാലഘട്ടങ്ങളിൽ പോയിട്ട് ഇന്നലെ വരെ ജോലി ചെയ്ത ആൾക്കാരാണ് ഇന്ന് പെട്ടെന്ന് ഈ കർശന പരിശോധനയ്ക്ക് വിധേയമായിട്ട് അവർ നാട്ടിലോട്ട് കൂട്ടത്തോടെ പലായനം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നുപെട്ടു. പക്ഷേ കൂട്ടത്തോടെ അങ്ങനെ വരേണ്ട അവസ്ഥ ഇല്ല കൂട്ടത്തോടെ എന്ന് നമ്മുടെ സർക്കാർ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ സർക്കാർ പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ ആശങ്ക ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ പറയുന്നുവെങ്കിലും സത്യത്തിൽ ഈ എല്ലാ വിസയിലും പ്രൊഫഷൻ അടിച്ചിട്ടുണ്ടായിരിക്കും. ഇത് ഇന്ന ജോലിക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നതെന്നുള്ളത്. അവിടെ നമ്മൾ ചെന്ന് ആ ജോലിയല്ലാതെ മറ്റൊരു ജോലിയിൽ ചെയ്യുമ്പോഴാണ് അത് ഫ്രീ വിസ ആവുന്നതും നിയമലംഘനമാകുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഫ്രീ വിസയ്ക്ക് ഇപ്പോഴുള്ള മാർക്കറ്റിലെ വില എന്ന് പറയുന്നത് ഏതാണ്ട് 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു നിയമവിധേയമല്ലാത്ത ഒരു വിസ നമ്മൾ എന്തിനു വാങ്ങുന്നു? നേരെ മറിച്ച് ഹൗസ് ഡ്രൈവർ വിസ അവിടുത്തെ സ്പോൺസർ കൊടുക്കുന്നത് ഫ്രീ ആയിട്ടാണ്. ടിക്കറ്റ് ചാർജും എല്ലാം കൂടി 50,000 രൂപ വരെ ഇവിടെ ചാർജ് വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നിട്ടും അത്തരം വിസ കിട്ടാനുണ്ടായിട്ടും 2 ലക്ഷം രൂപ കൊടുത്ത് അവിടെ ചെല്ലുകയും സ്പോൺസർ പറയുന്നു എൻ്റെ അടുത്ത് ജോലിയില്ല എന്ന് പറയുന്നു. അദ്ദേഹം നേരത്തെ അങ്ങനെ തന്നെ ആയിരിക്കും പറഞ്ഞത്, ഞാൻ ഈ വരുന്ന ആൾക്ക് ഞാൻ ജോലി കൊടുക്കില്ല, അയാൾ സ്വന്തമായി ജോലി കാണണം എന്നാണ്. പക്ഷേ ആ ഒരു രീതി അവിടുത്തെ ഗവൺമെൻറ്റിനെതിരാണ്. യഥാർത്ഥത്തിലുള്ള വിസയിൽ പോകുന്ന ഒരാൾക്ക് ഇപ്പം ഇവിടെ ഒരു മേസ്തിരി ഒരു ദിവസം ജോലിക്ക് പോയാൽ 600 രൂപ ശമ്പളം കിട്ടും. ഒരു കാർപ്പൻറ്റർ, ഒരു പ്ലംബർ, ഒരു ഇലക്ട്രീഷ്യൻ, അങ്ങനെ ടെക്നിക്കലായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് 600 രൂപ 700 രൂപ ഇവിടെ ശമ്പളം കിട്ടും. ഇപ്പോൾ സൗദിയിൽ ഒരു ജോബ് വിസയിൽ ഒരാൾ പോയാൽ അയാളുടെ ശമ്പളം, ആ മേശൻ്റെ ശമ്പളം അല്ലെങ്കിൽ ഒരു കാർപ്പൻറ്റർ ശമ്പളം 1000 റിയാൽ, 500 റിയാൽ, 600 റിയാൽ. ഈ ശമ്പളം കിട്ടിയാൽ ഈ ശമ്പളത്തിൽ നിന്നും അയാളുടെ ചിലവ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് അയക്കാൻ ഒരു തുച്ഛമായ പൈസ കിട്ടത്തുള്ളൂ. എന്നാൽ 2 ലക്ഷം രൂപ കൊടുത്ത് ഒരു ഫ്രീ വിസ എന്ന് പറയുന്ന ആ സാധനം വാങ്ങിച്ചു കൊണ്ട് പോയാൽ അയാൾക്ക് ഒരു മാസം 50,000 രൂപ 75,000 രൂപ സമ്പാദിക്കാൻ കഴിയും. അങ്ങനെ പോയി 1 വർഷം അല്ലെങ്കിൽ 2 വർഷം പണിയെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയുന്ന ഈ പണം മടക്കിക്കൊടുക്കുവാനും തൻ്റെ കുടുംബത്തിൻ്റെ കുടുംബ ഭദ്രത ഉയർത്തിക്കൊണ്ട് വരുവാനും തൻ്റെ മക്കളെ നല്ല രീതിയിൽ വളർത്തി മുന്നോട്ട് കൊണ്ടുവരാനും കഴിയും. എന്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് അല്ലെ കേരളത്തിൽ നിന്ന് അങ്ങനെ ആൾക്കാർ പോകുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ അവർ പഠിച്ച രീതിയിലുള്ള നല്ല രീതിയിൽ ശമ്പളം കിട്ടത്തക്ക രീതിയിൽ എന്നും ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ ഈ രാജ്യത്ത് ഇല്ല എന്നതുകൊണ്ടാണ് അങ്ങനെ ആൾക്കാർ പോകുന്നത്. മാധ്യമം 2010 മാധ്യമം സംഭവിച്ചപ്പം കമ്പനിയൊക്കെ ജോലിയില്ലാതെ വന്നു. ഏകദേശം ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് ഒരു 800 പേരെ പിരിച്ചുവിടേണ്ടി. അപ്പോൾ ഹൈ സാലറി വാങ്ങിച്ചവരെ ഇൻക്ലൂഡിങ് മീ എന്നെയും തിരിച്ചു വിടേണ്ടി വന്നു. പക്ഷേ ഒരു 10 വർഷം മുമ്പ് സൗദിയിൽ എന്തായിരുന്നു സ്ഥിതി? ഇപ്പോഴത്തെ അവസ്ഥയല്ല ചോദിക്കുന്നത്. അപ്പോഴും 10 വർഷത്തിന് മുമ്പ് ഇതുപോലെയും പരിശോധനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഫ്രീ വിസ എന്ന് പറയുന്ന ഒരു വിസ എവിടെയില്ല. ഈ ഫ്രീ വിസ എന്ന് പറയുന്നത് ഏതെങ്കിലും അറബീനെ ചാക്കിട്ട് അറബിയുടെ പറയും ഞാൻ വന്ന് പണി ചെയ്തോളാം. അവരൊരു 10 വിസ അവർ ഏതെങ്കിലും കമ്പനിയിലേക്ക് അല്ലെങ്കിൽ സ്വന്തം കമ്പനി ഫാം അപ്പ് ചെയ്തോ വിസ എടുത്തിട്ട് ഇവർക്ക് കൊടുത്തിട്ട് സത്യം പറഞ്ഞാൽ ആ അറബിയുടെ അണ്ടറിൽ അയാൾക്ക് പണി കാണത്തില്ല. എന്നിട്ട് ഇവരെവിടെയെങ്കിലും പോയി പണി ചെയ്ത് ഈ അറബിക്ക് മാസം അല്ലെങ്കിൽ വർഷം ഇത്ര രൂപ കൊടുക്കുക എന്നുള്ള എഗ്രിമെൻറ്റിലാണ് അറബി ഫ്രീ ആയിട്ട് വിടുന്നത്. മലയാളീസ് വെളിയിൽ പോയി രായും പകലും പണി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. അങ്ങനെ നിയമം കർശനമായി ജോലിയില്ലാതെയൊക്കെ വരുമ്പോഴാണ് ഗവൺമെൻറ് നിയമം കർശനമാക്കി. ഈ ആദ്യം എഗ്രിമെൻറ്റ് പറഞ്ഞനുസരിച്ച് തന്നെ ഇപ്പോൾ 2 വർഷം കഴിയുമ്പോൾ വിസ റിന്യൂ ചെയ്യുമ്പോൾ 2000 റിയാൽ തരാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അയക്കിടയ്ക്ക് പൈസയ്ക്ക് ആവശ്യം വരികയാണെങ്കിൽ അതിൽ കുറച്ച് പൈസ വേണമെന്ന് പറയും. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ 1000 രൂപ വേണമെന്ന് പറയും. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് വിസ റിന്യൂ ചെയ്യുമ്പോൾ ഈ 1000 കണക്കിലില്ല, വീണ്ടും 2000 അല്ലെങ്കിൽ 3000 തന്നാലേ പറ്റും. അല്ലെങ്കിൽ ഒരിക്കൽ പൈസ കൂടുതൽ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ട് സ്പോൺസറുടെ കയ്യിലായിരിക്കും. എൻ്റെ പാസ്പോർട്ട് കൊണ്ടുപോയി അയാളെ ജവാസാത്തിൽ ഏൽപ്പിച്ചു, അവിടുത്തെ പാസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏൽപ്പിച്ചിട്ട് ഹൊറൂബാക്കി, അതായത് ചാടിപ്പോയി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്ന് ഇപ്പോൾ അങ്ങനെ ചാടിപ്പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അന്നൊരു 2008 അന്ന് പിന്നെ വേറെ പൈസ കൊടുത്തിട്ട് സ്പോൺസർക്ക് 8000 റിയാൽ കൊടുത്ത് പിന്നെ ജവാസാത്തിലും ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലിയെ കൊടുത്തിട്ട് ഏകദേശം ഒരു 15,000 സൗദി റിയാലോളം ഞാൻ ചിലവാക്കിയിട്ടാണ് ഞാനത് ജയിലിൽ പോകാതെ ഞാനതിൽ നിന്ന് ഊരിയത്. ശ്രീകുമാർ, ഈ ഹുറൂബാക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഇന്ത്യൻ സർക്കാരിൻ്റെ മുന്നിൽ വന്നതാണ്. അത് 2009 ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് അന്ന് വ്യക്തമാക്കിയിരുന്നു സർക്കാർ. അത്തരം നടപടികൾ കാര്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഇല്ല, കാരണം വെച്ചാൽ ഇത് ഇപ്പോഴാണ് ഇപ്പം ഗവൺമെൻറ് തലത്തിലാണെങ്കിലും ഇത്രയും വലിയൊരു ആകാംക്ഷയോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നൊക്കെ
ജനപ്രതിനിധികൾ ഇറങ്ങിത്തിരിച്ചത്. ഇതിനു മുന്നിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു, സാമ്പത്തിക മാന്ദ്യം വന്നു എങ്കിലും അതൊന്നും ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരായ പ്രവാസികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു സംവിധാനവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ അനുഭവസ്ഥരെല്ലാം കൂടെ പറയുന്നത്. നിത്യേന ഇവരുടെ പ്രശ്നങ്ങൾ കാണുകയും അത് കേൾക്കുകയും അതിന് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിലാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഈ ബാധ്യത മുഴുവൻ എങ്ങനെയാണ് സർക്കാർ എടുക്കുക? എന്തിന് സർക്കാർ എടുക്കണം? ഒരു പങ്ക് നേരത്തെ തന്നെ ഈ പോകുന്നവർക്ക് ഇതിന് മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പദ്ധതികൾ പോലെ ഏർപ്പെടുകയോ അത്തരം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതല്ലാത്തത് കൊണ്ടല്ലേ ഒരു പുനരധിവാസ പാക്കേജ് പൂർണ്ണമായിട്ടും സർക്കാർ തരും എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ എങ്ങനെ കഴിയും? ഇല്ല, പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. കാരണം ഇമിഗ്രേഷൻ ഇനത്തിൽ തന്നെ കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ 60 വർഷക്കാലമായിട്ട് കോടാനുകോടി രൂപയാണ് ഇമിഗ്രേഷൻ ഫണ്ടെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളത്. ഇന്ന് വരെ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് നമ്മുടെ പ്രവാസികളുടെ സംവിധാനത്തിനോ അവരുടെ പുനരധിവാസ പാക്കേജിനോ വേണ്ടി ചിലവഴിച്ചിട്ടില്ല. കോടിക്കണക്കിനുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഇഷ്യൂ ഇപ്പോൾ ഈ സഹോദരൻ പറഞ്ഞ പോലെ ഓരോ സീസണിൽ, അതായത് ഇത്രയും വലിയൊരു ഇഷ്യൂ നടക്കുന്ന സമയത്തും ടിക്കറ്റിൻ്റെ റേറ്റ് കൊണ്ടുവന്ന് ഹൈ ആക്കി, ഡബിളാക്കി. ഇത് ഈ മടങ്ങി വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും ഫ്രീ ആയിട്ട് കൊണ്ടുവന്നില്ല, ആക്കാമെന്ന് പറഞ്ഞേ ഉള്ളൂ. പക്ഷേ ഇവരൊക്കെ അവരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കൊണ്ടുവരും. അപ്പോൾ 8,000 രൂപ ആയിരുന്ന സ്ഥലത്ത് 22,000 രൂപയായിട്ട് അത് ഉയർന്നു. അത് ഈ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നൊരു വിഷയമാണ്.